ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ചാനലിലെ മറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളും ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുക ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് വീതം നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. കേട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുകയും വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടി അതൊരു പ്രചോദനമാകുകയും ചെയ്യും. ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഈ കുറവുകളെല്ലാം കൃത്യമായിട്ട് പരിഹരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഓപ്ഷൻസ്: എ ശിംശോൻ, ബി എലോൻ, സി ജഫ്ത, ഡി അബ്ദോൻ. ഉത്തരം സി ജഫ്ത. 2, ജഫ്തയുടെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻസ്: എ ഗിലെയാദ്, ബി മനോവ, സി ഇബ്സാൻ, ഡി സീഹോൻ. ഉത്തരം ഓപ്ഷൻ എ ഗിലെയാദ്. 3, ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം. ഓപ്ഷൻസ്: എ ഗിലെയാദ്, ബി തോബ്, സി മിസ്പ, ഡി യാഹാസ്. ഉത്തരം ഓപ്ഷൻ ബി തോബ്. 4, എഷ്ബോനിലെ അമോരി രാജാവ് ആര്? ഓപ്ഷൻസ്: എ സീഹോൻ, ബി ബാലാഖ്, സി കെമോഷ്, ഡി അബിമെലെക്. ഉത്തരം ഓപ്ഷൻ എ സീഹോൻ. 5, ഇസ്രായേൽ സീഹോനോട് അപേക്ഷിച്ചത്. ഓപ്ഷൻസ്: എ സമാധാനം വേണം, ബി ഭക്ഷണം കൊടുക്കണം, സി ദേശത്തിലൂടെ കടത്തിവിടണം, ഡി യുദ്ധം ഒഴിവാക്കണം. ഉത്തരം ഓപ്ഷൻ സി ദേശത്തിലൂടെ കടത്തിവിടണം. 6, ഇസ്രായേലിനോട് യുദ്ധത്തിനായി സീഹോൻ താവളമടിച്ചത് എവിടെ? ഓപ്ഷൻ എ ഗിബയ, ബി യാഹാസ്, സി സഫോൻ, ഡി എഫ്രായിം. ഉത്തരം ഓപ്ഷൻ ബി യാഹാസ്. 7, സീഹോനെയും അവൻ്റെ ജനത്തെയും കൈമാറിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ മോശ, ബി ദാവീദ്, സി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്, ഡി യേശുവ. ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 8, അമോന്യരുടെ ദൈവം ആര്? ഓപ്ഷൻസ്: എ കെമോഷ്, ബി ബാല, സി ദാഗോൻ, ഡി മോലെക്. ഉത്തരം ഓപ്ഷൻ എ കെമോഷ്. 9, യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ ചെന്നത് എവിടെ? ഓപ്ഷൻസ്: എ ഗിലെയാദ്, ബി സഫോൻ, സി ജോർദാൻ, ഡി യാബേഷ്. ഉത്തരം ഓപ്ഷൻ ബി സഫോൻ. 10, ഞാനും എൻ്റെ ജനവും അമോന്യരുമായി കലഹത്തിലായി എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ എലോൻ, ബി ജഫ്ത, സി അബ്ദോൻ, ഡി മനോവ. ഉത്തരം ബി ജഫ്ത. 11, ഗിലെയാദുകാർ എഫ്രായിംകാരെ തോൽപ്പിച്ചതിന് കാരണമെന്ത്? ഓപ്ഷൻസ്: എ അവർ വിശ്വാസമില്ലാത്തവരായിരുന്നു, ബി അവർ വിഗ്രഹാരാധകരായിരുന്നു, സി
എഫ്രായിംകാർ അവരെ അഭയാർത്ഥികൾ എന്ന് പരിഹസിച്ചു. ഡി. അവർ ചെറിയ ഗോത്രമായിരുന്നു. ഉത്തരം സി. എഫ്രായിംകാർ അവരെ അഭയാർത്ഥികൾ എന്ന് പരിഹസിച്ചു. 12. ഗിലെയാദുകാർ എഫ്രായിംകാർക്കെതിരെ പിടിച്ചെടുത്തത്. ഓപ്ഷൻ എ പട്ടണങ്ങൾ, ബി കൊട്ടാരങ്ങൾ, സി ജോർദാന്റെ കടവുകൾ, ഡി വയലുകൾ. ഉത്തരം ഓപ്ഷൻ സി ജോർദാന്റെ കടവുകൾ. 13. ഷിബ്ബോലത്ത് ശരിയായി ഉച്ചരിക്കാതെ കൊല്ലപ്പെട്ടത് എവിടെ? ഓപ്ഷൻസ് എ സഫോൻ, ബി യാഹാസ്, സി ഗിബയ, ഡി ജോർദാന്റെ കടവുകളിൽ. ഉത്തരം ഡി ജോർദാന്റെ കടവുകളിൽ. 14. ഷിബ്ബോലത്ത് ശരിയായി പറയാതെ കൊല്ലപ്പെട്ട എഫ്രായിംകാർ എത്ര? ഓപ്ഷൻ എ 30,000, ഓപ്ഷൻ ബി 42,000, ഓപ്ഷൻ സി 12,000, ഓപ്ഷൻ ഡി 18,000. ഉത്തരം ഓപ്ഷൻ ബി 42,000. 15. ജഫ്ത എത്ര വർഷം ന്യായപാലനം ചെയ്തു? ഓപ്ഷൻ എ 7 വർഷം, ഓപ്ഷൻ ബി 20 വർഷം, ഓപ്ഷൻ സി 6 വർഷം, ഓപ്ഷൻ ഡി 10 വർഷം. ഉത്തരം ഓപ്ഷൻ സി 6 വർഷം. 16. ജഫ്തായ്ക്ക് ശേഷം ന്യായാധിപനായത് ആര്? ഓപ്ഷൻ എ അബ്ദോൻ, ഓപ്ഷൻ ബി ഇബ്സാൻ, ഓപ്ഷൻ സി എലോൺ, ഓപ്ഷൻ ഡി ഷിംഷോൻ. ഉത്തരം ഓപ്ഷൻ ബി ഇബ്സാൻ. 17. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഓപ്ഷൻ എ ഗിലെയാദ്, ഓപ്ഷൻ ബി ബത്ലഹം, ഓപ്ഷൻ സി സഫോൻ, ഓപ്ഷൻ ഡി മിസ്പ. ഉത്തരം ഓപ്ഷൻ ബി ബത്ലഹം. 18. ഇബ്സാന് ശേഷം ന്യായാധിപനായത് ആര്? ഓപ്ഷൻ എ എലോൻ, ഓപ്ഷൻ ബി അബ്ദോൻ, ഓപ്ഷൻ സി സീഹോൻ, ഓപ്ഷൻ ഡി മനോവ. ഉത്തരം ഓപ്ഷൻ എ എലോൻ. 19. എലോൻ എത്ര വർഷം ന്യായപാലനം ചെയ്തു? ഓപ്ഷൻ എ 8 വർഷം, ഓപ്ഷൻ ബി 12 വർഷം, ഓപ്ഷൻ സി 10 വർഷം, ഓപ്ഷൻ ഡി 6 വർഷം. ഉത്തരം ഓപ്ഷൻ സി 10 വർഷം. 20. എലോന് ശേഷം ന്യായാധിപനായത് ആര്? ഓപ്ഷൻ എ അബ്ദോൻ, ഓപ്ഷൻ ബി ഇബ്സാൻ, ഓപ്ഷൻ സി ജഫ്ത, ഓപ്ഷൻ ഡി ഷിംഷോൻ. ഉത്തരം ഓപ്ഷൻ എ അബ്ദോൻ. 21. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 50. ഉത്തരം ഓപ്ഷൻ സി 40. 22. അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 50. ഉത്തരം ഓപ്ഷൻ സി 30. 23. കർത്താവ് ഇസ്രായേലരെ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത് എത്ര വർഷത്തേക്ക്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 50. ഉത്തരം ഓപ്ഷൻ സി 40. 24. മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവൻ? ഓപ്ഷൻ എ ദാൻ, ഓപ്ഷൻ ബി എഫ്രായിം,
ഓപ്ഷൻ സി ഗിലയാദ്, ഓപ്ഷൻ ഡി യഹൂദ. ഉത്തരം ഓപ്ഷൻ എ ദാൻ. 25. കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് എന്ത് കുടിക്കരുത്? ഓപ്ഷൻ എ വെള്ളം, ഓപ്ഷൻ ബി വീഞ്ഞോ ശക്തമായ പാനീയങ്ങളോ, ഓപ്ഷൻ സി പാൽ, ഓപ്ഷൻ ഡി എണ്ണ. ഉത്തരം ഓപ്ഷൻ ബി വീഞ്ഞോ ശക്തമായ പാനീയങ്ങളോ. 26. സിംഹത്തെ സാംസൺ എങ്ങനെയാണ് കീറിക്കളഞ്ഞത്? ഓപ്ഷൻ എ കത്തിയാൽ, ഓപ്ഷൻ ബി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ പോലെ, ഓപ്ഷൻ സി കല്ലുകൊണ്ട്, ഓപ്ഷൻ ഡി വില്ലുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ പോലെ. 27. സിംഹത്തിൻ്റെ ശരീരത്തിൽ സാംസൺ കണ്ടത്? ഓപ്ഷൻ എ തേൻ, ഓപ്ഷൻ ബി വെള്ളം, ഓപ്ഷൻ സി മാംസം, ഓപ്ഷൻ ഡി തീ. ഉത്തരം ഓപ്ഷൻ എ തേൻ. 28. സാംസന്റെ കടങ്കഥ എന്ത്? ഓപ്ഷൻ എ ദാഹിക്കുന്നവനിൽ നിന്ന് വെള്ളം, ഓപ്ഷൻ ബി ഭോജകനിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും, ഓപ്ഷൻ സി മരത്തിൽ നിന്ന് ഇലയും കാറ്റിൽ നിന്ന് ശബ്ദവും, ഓപ്ഷൻ ഡി ഭൂമിയിൽ നിന്ന് വിളയും ആകാശത്തിൽ നിന്ന് മഴയും. ഉത്തരം ഓപ്ഷൻ ബി ഭോജകനിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും. 29. സാംസന്റെ ഭാര്യയുടെയും പിതാവിനെയും കൊന്നത് ആര്? ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ, ഓപ്ഷൻ ബി മൊവാബിയർ, ഓപ്ഷൻ സി ഫിലിസ്തീർ, ഓപ്ഷൻ ഡി ഗിലയാദുകാർ. ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്തീർ. 30. കഴുതയുടെ താടിയെല്ല് എറിഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഓപ്ഷൻ എ റമാത്ത് ലേഹി, ഓപ്ഷൻ ബി ഇൻഹക്കോർ, ഓപ്ഷൻ സി അയ്യാലോൺ, ഓപ്ഷൻ ഡി ബദേൽ. ഉത്തരം ഓപ്ഷൻ എ റമാത്ത് ലേഹി. 31. സാംസൺ എത്ര വർഷം ന്യായാധിപനായിരുന്നു? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ ഡി 15, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 25. ഉത്തരം ഓപ്ഷൻ ബി 20. 32. സാംസൺ സൊയ്രിണിയെ കണ്ടുമുട്ടിയത് എവിടെ? ഓപ്ഷൻ എ ഗാസ, ഓപ്ഷൻ ബി അഷ്കലോൺ, ഓപ്ഷൻ സി സോറ, ഓപ്ഷൻ ഡി ബത്ലഹം. ഉത്തരം ഓപ്ഷൻ എ ഗാസ. 33. ദലീല താമസിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻ എ ഗിബയ, ഓപ്ഷൻ ബി സൊറേക്കു താഴ്വര, ഓപ്ഷൻ സി മിസ്പ, ഓപ്ഷൻ ഡി സഫോൺ. ഉത്തരം ഓപ്ഷൻ ബി സൊറേക്ക് താഴ്വര.